കുവൈത്ത് വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പരിക്കേറ്റവരെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആശുപത്രികളിലെത്തി സന്ദർശിച്ചപ്പോൾ ആക്രമണത്തെ അപലപിച്ച UN, യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക, ഇസ്ലാമിക സഹകരണ സംഘടന എന്നിവയും രംഗത്തു വന്നു. സലീം കോട്ടയിൽ വിശദാംശങ്ങളുമായി. സലീം, ഇപ്പോൾ പരിക്കേറ്റവരെ പ്രധാനമന്ത്രി അടക്കം നേരിട്ടെത്തി സന്ദർശിച്ചിരിക്കുന്നു. UN അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകളെല്ലാം ഈ വിമാനത്താവളത്തിലെ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ ഇറാന്റെ പ്രതികരണം തങ്ങളല്ല ആക്രമിച്ചതെന്നുള്ളതാണ്. അതേസമയം US സെൻട്രൽ കമാൻഡും അത് നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആക്രമണം നടത്തിയത് ആരാണെന്ന് അത് സംബന്ധിച്ച് ഇപ്പോഴും വലിയ ആശയക്കുഴപ്പവും അവ്യക്തതയും നിലനിൽക്കുകയാണോ? സൈഫു, കുവൈത്ത് കൃത്യമായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ ഭാഗത്ത് നിന്നാണ് ആക്രമണം ഉണ്ടായതെന്ന്. അതോടൊപ്പം തന്നെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആക്രമണത്തിൽ മരിച്ച മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദ് റഹ്മാന്റെ മൃതദേഹം ഇന്ന് രാത്രിയോടെ കുവൈത്ത് എയർവേസിന്റെ വിമാനത്തിൽ അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോകുമെന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കുവൈറ്റ് സിറ്റിയിലെ ഒരു തയ്യൽ സ്ഥാപനത്തിൽ ജീവനക്കാരനായിരുന്നു മൻസൂർ. ബഹ്റൈൻ വഴി മുംബൈയിലേക്ക് യാത്ര ചെയ്യാനായി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം ആക്രമണത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. അതിനിടെ ആക്രമണത്തിൽ പരിക്കേറ്റവരെ പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അഹമ്മദ് അസ്തബാഹും ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസുഫ് അസ്തബാഹും ആശുപത്രികളിലെത്തി സന്ദർശിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് ആവശ്യമായ എല്ലാ ചികിത്സയും പിന്തുണയും ഉറപ്പാക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് സർക്കാർ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ ആക്രമണത്തിന്റെ ആദ്യ നിമിഷങ്ങളിലെ ദൃശ്യങ്ങൾ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. വിദേശ വിമാന കമ്പനികളുടെ പ്രധാന കേന്ദ്രമായിരുന്ന ടെർമിനൽ 1 കാര്യമായ നാശനഷ്ടമുണ്ടായതായും അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണെന്നും തകർന്ന സൗകര്യങ്ങൾ എത്രയും വേഗം പുനഃസ്ഥാപിച്ച് പ്രവർത്തനം സാധാരണ നിലയിലേക്കാക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപാഠി സെൻട്രൽ മസറയും വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ഇന്ത്യക്കാരെയും സന്ദർശിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ പരിക്കേറ്റവർ 12 ഇന്ത്യക്കാർ വിവിധ ആശുപത്രികളിൽ കഴിയുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇവരിൽ മലയാളികളുമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിശദാംശങ്ങൾ നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല. നിലവിൽ കുവൈത്ത് എയർവേസും സീർ എയർവേസും സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ടെങ്കിലും വിദേശ വിമാന കമ്പനികളുടെ പ്രധാന കേന്ദ്രമായ ടെർമിനൽ 1 പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. വേനലവധി മുന്നിൽ കണ്ട് ആയിരക്കണക്കിന് പ്രവാസികൾ നാട്ടിലേക്കുള്ള യാത്രക്ക് തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ടെർമിനൽ 1 പ്രവർത്തനം എപ്പോൾ പൂർണ്ണമായി പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ആശങ്കയോടെയാണ് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത്. ശരി, സലീം കോട്ടയിലാണ് കുവൈത്തിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.